പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പിടിയിലായ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടക്കും. കോടതിയിൽ NIA ഇതിനായി അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. തിരിച്ചറിയൽ പരേഡിന് ശേഷമാകും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അവർ ചോദ്യം ചെയ്യുക. ഒരുപാട് മാസങ്ങൾ കണ്ണൂരിൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞ ഒരു കാർപ്പൻ്ററെ കുപ്പായമിട്ട് ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരാളിനെ ആരും അറിയാതെ കഴിയാൻ കഴിഞ്ഞത് അത്ഭുതമായി തോന്നുന്നു. കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവത്തിലെ പ്രതി കണ്ണൂർ പോലൊരു സ്ഥലത്ത് ഒളിവിൽ കഴിയുക. എന്തായാലും ഈ പ്രതിയെ ഒളിവിൽ കഴിയാൻ ഏറെ ആളുകൾ സഹായിച്ചിട്ടുണ്ടാവും എന്നത് ഉറപ്പാണ്. അവരെക്കുറിച്ചൊക്കെ വിശദമായി NIA അന്വേഷിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. ശ്രീകാന്ത് മറ്റു വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കങ്ങൾ ഇന്ന് നടക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തിരിച്ചറിയൽ പരേഡ്. ഇന്നലെ ഈ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയുള്ള അപേക്ഷ NIA കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. NIA അന്വേഷണ സംഘം ഇന്ന് കോടതി ഈ അപേക്ഷ പരിഗണിക്കും. ഈ തിരിച്ചറിയൽ പരേഡിനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഈ പ്രൊഫസർ ടി.ജെ. ജോസഫും അതോടൊപ്പം ഈ കൃത്യം നേരിട്ട് കണ്ടവരെയും എറണാകുളം സബ് ജയിലിലെത്തിച്ച് പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടക്കും. ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷമായിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. തിരിച്ചറിയൽ പരേഡിൽ സ്വാഭാവികമായും ഈ പ്രതിയെ താൻ തിരിച്ചറിയും എന്ന് ഇന്നലെ തന്നെ പ്രൊഫസർ ടി.ജെ. ജോസഫ് പറയുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ NIA അറിയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യമാണ്. ഏറെ കോളിളക്കമുണ്ടാക്കിയ വിവാദമായ ഈ കേസിൽ ഈ പ്രതി എങ്ങനെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ താമസിച്ചു പോന്നു എന്നുള്ളതാണ്. 13 വർഷമായി ഇയാളെ കാണാനില്ലായിരുന്നു. ഏതാണ്ട് 3 വർഷത്തിന് മുകളിലായി ഇയാൾ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇയാൾ കാസർഗോഡ് നിന്നും വിവാഹം കഴിക്കുകയും 2 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ അതും ഇയാൾക്ക് ഈ ഒളിവ് ജീവിതത്തിനിടയിൽ ഇതൊക്കെ തന്നെ നടന്നു എന്ന് പറയുമ്പോൾ ഏജൻസിയും ആ ഞെട്ടലിലാണ്. ഇയാളെ സഹായിച്ചവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. ഇയാളുടെ ഭാര്യാപിതാവ് കാസർകോട്ടെ SDPI നേതാവാണ്. ഇയാൾക്ക് ജോലി തരപ്പെടുത്തി കണ്ണൂരിൽ നൽകിയത് അവിടുത്തെ SDPI നേതാവായ റിയാസ് എന്ന വ്യക്തിയാണ്. ഇവരെ എല്ലാവരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഇന്നറിയാം ഈ തിരിച്ചറിയൽ പരേഡിന്റെ ദിവസം എന്നാണെന്നുള്ളത്. തുടർന്നായിരിക്കും കസ്റ്റഡിയിലേക്ക് ഈ സവാദ പോവുക. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ശ്രീകാന്താണ് ചേർന്ന്. എന്തായാലും 3 കൊല്ലത്തോളമൊക്കെ ആളറിയാതെ നാട്ടിൽ തന്നെ താമസിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പോലും അത്ര ലഭ്യമല്ലാതായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ കുറേ ആളുകൾ സഹായിച്ചിട്ടുണ്ടാകും. അവരുടെ കരവലയത്തിൽ സുരക്ഷിതനായി 3 കൊല്ലം ഇത്രയും വലിയ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ഒരാൾ അവിടെ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുന്നു. നമ്മളെക്കാളും അത്ഭുതം ഇപ്പോൾ NIA പോലുള്ള ഏജൻസികൾക്കുമാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.